നീലിയെ തളച്ച കഥയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. ഈ ചിലപ്പതികാരത്തിൽ നീലി എന്ന് പറയുന്ന രക്ഷ്യ ചിലപ്പതികാരത്തിൽ ചോര കുടിക്കുന്ന യക്ഷി സങ്കല്പങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. എനിക്കൊന്നു ഇപ്പോൾ നീലി ആണെങ്കിൽ പോലും കേരളത്തിൽ ഒരുപാട് ദേവതാ സങ്കല്പത്തിൽ പൂജിക്കുന്ന ആ ദേവതയെ എങ്ങനെയാണ് കടമുറ്റത്ത് കത്തനാര് തളച്ചത് എന്ന് പറഞ്ഞൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ. നീചമാർഗത്തിലുള്ള യക്ഷികളെയാണ് സ്വാഭാവികമായിട്ട് നീലി എന്ന് പറയുന്നത്. ഇപ്പൊ കടമറ്റത്ത് കത്തനാര് കള്ളിയങ്കാട്ട് നീലിയെ തളച്ചു എന്ന് ആധികാരികമായി ഒരു ഗ്രന്ഥത്തിലും പറയുന്നു. എന്നേ പറയുന്നുള്ളൂ, അത് കള്ളിയങ്കാട്ട് നീലിയാണെന്ന് ഒരിക്കലും പറയുന്നത്. കള്ളിയങ്കാട്ട് നീലി ദേവതയാണ്. ഇശക്കിയമ്മ എന്ന പേരിൽ പലയിടത്തും തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും പലയിടത്തും അവർ കള്ളിയങ്കാട് അവർ ആസ്ഥാനമായതുകൊണ്ട് ആ സ്ഥലപ്പേരോട് ചേർത്ത് പറയും. ഇതുപോലെ സ്ഥലപ്പേര് ചേർത്ത് പറയുന്നത് മേലാങ്കോട്ട് യക്ഷിമാർ. സാത്വിക മാർഗത്തിലുള്ള യക്ഷിയായിട്ട് ചെമ്പകവല്ലിയും ഉഗ്രമാർഗത്തിലുള്ള യക്ഷിയായിട്ട് നീലമ്മപ്പിള്ള തങ്കച്ചിയുമാണ് ആരാധിക്കപ്പെടുന്നത്. മണ്ണ് കൂട്ടി വെച്ചിട്ട് അവിടെ ഈ തല പിടിച്ച് ഇവരെ തല പിടിച്ച് കിടത്തിയതിനു ശേഷം അടുത്ത് കിടന്നൊരു പാറക്കല്ലെടുത്ത് ചില യക്ഷിക്കഥകൾ കേരളത്തിലെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് യക്ഷിക്കഥകളുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ കടമുറ്റത്ത് കത്തനാർ വരെ ഇപ്പോൾ നീലിയെ തളച്ച കഥയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. പല സിനിമയിലും സീരിയലിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണോ കേരളത്തിൻ്റെ യക്ഷിക്കഥകൾ എന്ന് പറയുന്നത്? അല്ല, അത് നമുക്ക് ഇപ്പം കള്ളിയങ്കാട്ട് നീലി കടമറ്റത്ത് കത്തനാര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് യക്ഷിമാരിലെ ഒരു ആരാധന രീതി മാത്രമാണ്. കാരണം നമ്മുടെ ഈ മാതൃദേവാരാധനകളിലെല്ലാം തന്നെ ഒരു കാലത്ത് പ്രാദേശികമായിട്ട് ആചരിച്ചിരുന്ന യക്ഷിമാരിൽ പെടുന്നതാണ് ഈ പറയുന്ന നീലി സമ്പ്രദായങ്ങളെല്ലാം. അപ്പം ഈ യക്ഷിമാരുടെ ഉപാസനകളെന്ന് പറയുന്നത് വളരെയധികം ഗോപ്യവും സങ്കീർണവും കഠിനകരവുമായിട്ടുള്ള ഉപാസനകളുണ്ട്. അപ്പോൾ തന്ത്രഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മന്ത്രമഹാർണവം, കിങ്കിണി ശാസ്ത്രം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ നിരവധി യക്ഷിമാരുടെ ഉപാസനകളെ പറ്റി പറയുന്നു. മന്ത്രമഹാർണവത്തിൽ 36 പല യക്ഷിമാരുടെ ഉപാസനകൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ കിങ്കിണി ശാസ്ത്രത്തിലാണ് നമ്മുടെ വടയക്ഷി, കർണപിശാചിനി തുടങ്ങിയുള്ള യക്ഷിമാരുടെയൊക്കെ കഥ ഇത് പറയുന്നു. ഇനിയിപ്പം ഹൈന്ദവ പുരാണങ്ങളിലെടുത്താൽ തന്നെ മത്സ്യപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലുമൊക്കെ യക്ഷികളെയും പറ്റി പറയുന്ന സമ്പ്രദായമുണ്ട്. അന്ന് ഈ പറയുന്ന ആ പുരാണങ്ങളിൽ പറയുന്ന യക്ഷിമാർക്ക് ഒരു പീപ്പിൾസ് രൂപമൊന്നും ആരും ഒന്നും അങ്ങനെ കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം ഹൈന്ദവത മാറ്റി വെച്ചിട്ട് നമ്മൾ ജൈനമതം എടുത്തു കഴിഞ്ഞാൽ ജൈനമത അനുസരണം 24 തീർത്ഥങ്കരന്മാരെ പറയുന്നു. 24 തീർത്ഥങ്കന്മാർക്കും ശക്തിയായിട്ട് 24 യക്ഷിണിമാരെ പറയുന്നു. അതിലാണ് ചക്രേശ്വരി, ജയ, വിജയ, ജ്വാലാമാലിനി തുടങ്ങിയുള്ള യക്ഷിമാരെ അതിലും പറയും. അപ്പം അതിൽ തന്നെ ഇപ്പം ബുദ്ധമത അനുസാരമായിട്ടെങ്കിലും അതിലും പല കഥകളിലും മറ്റു യക്ഷിയെപ്പറ്റി പരാമർശിക്കുന്നു. ഈ ചിലപ്പതികാരത്തിൽ നീലി എന്ന് പറയുന്ന യക്ഷിയെ ചിലപ്പതികാരത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും മന്ത്രവാദ തിലകം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരവധി യക്ഷിമാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും നവജാത ശിശുക്കളെയും ബാധിക്കുന്ന ശങ്കരയക്ഷി, വാഹനയക്ഷി, യക്ഷി ഇങ്ങനെയുള്ള തുടങ്ങിയ യക്ഷിമാരെ പറ്റി അതിലും നിരവധി യക്ഷിമാരെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ പടയണി എന്ന് പറയുന്നത് അവിടെ മാടങ്കോലവും മറതാക്കോലവും പോലെ യക്ഷിക്കോലങ്ങളുണ്ട്. യക്ഷിക്കോലങ്ങൾ അതിലുമുണ്ട്. പിന്നെ അതുപോലെ കളമെഴുത്തും പാട്ടിലും നമ്മുടെ ഈ അന്തിമഹാകാലം ഇപ്പോൾ ഐലിയക്ഷി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അവർ കളമെഴുത്തും പാട്ട് നടത്തുന്നൊരു സമ്പ്രദായമുണ്ട് ഐലിയക്ഷിക്ക്. അങ്ങനെ യക്ഷിമാർ എന്ന് പറയുന്നത് അന്നത്തെ യക്ഷിമാർ ഒരു മാതൃദേവാരാധനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് യക്ഷി സങ്കല്പങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു അമ്മദേവാരാധന, തങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന മൂർത്തി അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുന്ന മൂർത്തി എന്ന രീതിയിൽ യക്ഷിയമ്മമാരെ അമ്മസ്ഥാനം കണ്ടിട്ട് കരിവളയും കൺമഷിയൊക്കെ കൊടുത്ത് അമ്മമാരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പല ഈ ചരിത്ര നായികമാർ വീരാംഗനമാരും പൂജിക്കപ്പെടുന്നുണ്ട്. കാടാങ്കോട്ട് മാക്കം, മുച്ചിലോട്ട് ഭഗവതി, ഇവരെല്ലാം തന്നെ ഈ പറയുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്നവർ പിന്നീട് അവരുടെ ജീവിതം കൊണ്ട് അവർ ദേവതാപദവി കൈവരിച്ചവരാണ്. അപ്പോൾ ഈ പറയുന്ന തന്ത്രശാസ്ത്രത്തിൽ പറയുന്നവർ അതുപോലെ ബ്രഹ്മയക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ പറ്റി ഈശാന ഗുരുദേവ പദ്ധതി എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ താന്ത്രിക മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പലവിധ യക്ഷിമാരെ പറ്റി അവരുടെ ഉപാസനകളെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് കേരളത്തിലെ ആളുകൾക്ക് അറിയാവുന്ന യക്ഷി എന്ന് പറയുന്നത് വെള്ള സാരിയൊക്കെ കൊടുത്ത് പല്ലയൊക്കെ ഇങ്ങനെ ഇട്ട് രാത്രിയിൽ വരുമ്പോൾ പാലമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ച് ചോര കുടിക്കുന്ന യക്ഷി സങ്കല്പങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. എനിക്കൊന്നു ഇപ്പോൾ നീലി ആണെങ്കിൽ പോലും
കേരളത്തിൽ ഒരുപാട് ദേവതാ സങ്കല്പത്തിൽ പൂജിക്കുന്ന എനിക്കൊന്ന് നീലി എന്ന് പറയുന്നത് തന്നെ അമ്മയായിട്ട് അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തിലാണ് പൂജിക്കുന്നത്. ആ ദേവതയെ എങ്ങനെയാണ് കടമുറ്റത്ത് കത്തനാര് തളച്ചത് എന്ന് പറഞ്ഞൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ? അത് പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യക്ഷി സങ്കല്പം. ഈ യക്ഷിമാരുടെ ഈ പറയുന്നത് പോലെ യക്ഷിമാരെ ഒരുപാട് നിരവധി സങ്കല്പങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ചില യക്ഷിമാരുടെ സാധനങ്ങൾ വളരെയധികം ദുർഘടം പിടിച്ചതാണ്. അപ്പം ഇവർ ഉപാസിച്ച് ഫലവത്തായി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്നവരാണ്. അപ്പോൾ വളരെയധികം ആപൽക്കരവുമാണ് ഇവരുടെ ഉപാസന. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആ സാധകനും അവൻ്റെ കുടുംബത്തിനും അത് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. അവരുടെ പരമ്പരകൾ തന്നെ നിന്ന് പോകും യക്ഷിയുടെ ശാപങ്ങൾ. അപ്പം ഇത് വളരെയധികം അത്രയ്ക്കും വളരെ കെയറോടുകൂടി ആചരിക്കേണ്ട ഒരു ഇതായതുകൊണ്ട് പഴയ ഉപാസകന്മാർ അല്ലെങ്കിൽ പണ്ട് ഈ യക്ഷി ഉപാസനയിൽ ഒരുപാട് ഉപാസന ചെയ്തിട്ടുള്ള സിദ്ധന്മാർ ഇതിനെ പ്രത്യേക ഒരു ഗോപ്യമായിട്ട് ഇത് വെച്ചിട്ടുണ്ടായി. സാധാരണക്കാർ ഇതിനെ കൈകാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥങ്ങൾക്കുള്ള രഹസ്യാത്മകത പോലെ അല്ലെങ്കിൽ ഉപാസനയുടെ രഹസ്യാത്മകത പോലെ ഇവരെ പേടിപ്പെടുത്താൻ വേണ്ടി ഇത് ഒരു വളരെയധികം ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഭയാനകമായ ഒരു രീതി ഈ ഉപാസനയ്ക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് ശരി. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള സിനിമകളിലും സീരിയലുകളിലും ഈ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ യക്ഷി എന്ന് പറഞ്ഞാൽ വെള്ള സാരി കൊടുത്ത് പല്ലൊക്കെ വെച്ച് വളർത്തി മുടി അഴിച്ചിട്ട് രക്തം കൂട്ടി കുടിക്കുന്ന പാലയുടെ മൂട്ടി നിൽക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു സങ്കല്പങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സങ്കല്പത്തിൽ ഇവിടെ യക്ഷിമാരുടെ ആരാധനയിൽ തന്നെ 2 വിഭാഗമുണ്ട്. അതായത് സാത്വികമായ യക്ഷികളും നീചമാർഗത്തിലുള്ള യക്ഷികളും. അപ്പം സാത്വിക മാർഗത്തിലുള്ള യക്ഷികളെന്ന് പറയുമ്പോൾ ഈ നീചമാർഗത്തിലുള്ള യക്ഷികളെയാണ് സ്വാഭാവികമായിട്ട് നീലി എന്ന് പറയുന്നത് സങ്കല്പത്തിൽപ്പെടുന്നത്. പ്രത്യേകിച്ച് ചെന്തമിഴ്നാടുമായിട്ട് ബന്ധമുള്ള പഴയ തെക്കൻ കേരളത്തിൽ ഈ വടക്കുള്ള നമ്മൾ നേരത്തെ പിന്നെ കാടാങ്കോട്ട് മാക്ക മുച്ചിലോട്ട് ഭഗവതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് കണക്ക് ഇവിടെ പക്ഷെ വടക്കൻ പാട്ടുകളുടെ അത്ര പ്രാധാന്യം തെക്കൻ പാട്ടുകൾക്കില്ലാതെ പോയത് കാരണം വിധാനങ്ങൾ അല്ലെങ്കിൽ ദേവത തന്നെ മാറിപ്പോയ ഒരു കഥയാണ് തെക്കൻ തിരുവിതാംകൂർ യക്ഷിയുടെ കഥകളാണ്. പണ്ട് കാലത്ത് യക്ഷി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പേടിപ്പിച്ചെങ്കിൽ ഇന്ന് സ്വത്വം നഷ്ടപ്പെടുന്ന രീതിയിലാണ് തെക്കൻ തിരുവിതാംകൂർ യക്ഷിമാരുടെ അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും ഉത്തമമാണ് ഈ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്നത്. ഇപ്പം കടമറ്റത്ത് കത്തനാര് കള്ളിയങ്കാട്ട് നീലിയെ തളച്ചു എന്ന് ആധികാരികമായ ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല. ഇവരെല്ലാവരും പറയുന്നത് ഇതാണ്. ഏത് കൊട്ടാര ശങ്കുണ്ണിയുടെ ഐതിഹ്യമല്ലേ പറയുന്നത് കടമറ്റത്ത് കത്തനാര് തിരുവനന്തപുരത്ത് തെക്കുള്ള അടുത്ത് തെക്കൻ തിരുവിതാംകൂർ ഒരു യക്ഷിയെ തളച്ചു കൊണ്ടുപോയി എന്നേ പറയുന്നുള്ളൂ. അത് കള്ളിയങ്കാട്ട് നീലിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. കാര്യം കള്ളിയങ്കാട്ട് നീലി ദേവതയാണ്. ഇന്നും പലയിടത്തും ഇശക്കിയായിട്ട് ഈ ശക്തിയാണ് ലോപിച്ച് ഇശക്കിയാവുന്നത്. ഈ ശക്തി എന്ന തമിഴ് വാക്കാണ് ലോപിച്ച് ഇശക്കിയായി മാറി. ഇശക്കിയമ്മ എന്ന പേരിൽ തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും പലയിടത്തും ആരാധിക്കപ്പെടുന്ന കയ്യിൽ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന രൂപത്തിലുള്ള യക്ഷി എന്ന് പറയുന്നത് യക്ഷിയമ്മ എന്ന് പറയുന്നത് കള്ളിയങ്കാട്ട് നീലി തന്നെയാണ്. അപ്പോൾ അവർ കള്ളിയങ്കാട് അവർ ആസ്ഥാനമായതുകൊണ്ട് ആ സ്ഥലപ്പേരോടുകൂടി ചേർത്ത് പറയുന്നുണ്ട്. ഇതുപോലെ സ്ഥലപ്പേര് ചേർത്ത് പറയുന്നുണ്ട് മേലാങ്കോട്ട് യക്ഷിമാർ. മേലാങ്കോട്ട് കേട്ടോ, മേലാങ്കോട്ട് ദൈവം. മേലാങ്കോട് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തക്കല കുമാരകോവിൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിന് തൊട്ടടുത്തുള്ള മേലാങ്കോട് ശിവക്ഷേത്രത്തിലാണ് ഈ 2 യക്ഷിമാർ ഉപയോഗിക്കുന്നത്. അതിൽ സാത്വിക മാർഗത്തിലുള്ള യക്ഷിയായിട്ട് ചെമ്പകവല്ലിയും ഉഗ്രമാർഗത്തിലുള്ള യക്ഷിയായിട്ട് നീലമ്മപ്പിള്ള തങ്കച്ചിയുമാണ് ആരാധിക്കപ്പെടുന്നത്. ഇപ്പം കള്ളിയങ്കാട്ട് നീലിയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ അതൊരു നർത്തകിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അതായത് ഒരു നർത്തകിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് 2 മക്കളുണ്ട്. അതായത് ആ ശിവകാമിയും ഒരു സഹോദരനുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ശിവകാമിയും ഈ പറയുന്ന ശിവകാമിയുടെ മകൾ ശിവകാമിയുടെ മകളെ പേര് അല്ലിയാണ്. അവർ പഴയ ക്ഷേത്ര നർത്തകിമാർ, ദേവതാ സമ്പ്രദായം ക്ഷേത്ര നർത്തകിമാരാണ്. അപ്പോൾ ഈ അല്ലി എടുത്ത് ആ ശിവക്ഷേത്രത്തിലെ പൂജാരിക്ക് പ്രണയം തോന്നുകയാണ്. പ്രണയം തോന്നുകയെന്ന് വെച്ചാൽ ഈ അല്ലിയുടെ അമ്മ ശിവകാമി എന്ത് ചെയ്തു, ഈ പൂജാരി വീട്ടിൽ വരുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ബ്രാഹ്മണ സേവ ഭയങ്കര ഒരു ഇതാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ എല്ലാ ധനങ്ങളും കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ അപ്പോൾ ഇതൊന്നും അല്ലി അറിയുന്നില്ല. ഒടുവിൽ ഈ പൂജാരിയുടെ എല്ലാ ധനങ്ങളും തൻ്റെ വീട്ടിൽ വന്നു എന്ന് മനസ്സിലാക്കിയ ഈ ശിവകാമി ഈ പൂജാരി പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് വരരുത്, എൻ്റെ മോക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ താൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞ് ദുഃഖിച്ചു പോകുന്ന പൂജാരി എടുത്ത് ഈ അല്ലി വഴി വെച്ച് കാണിക്കണം. അങ്ങ് തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പോകുന്നു നിൻ്റെ അമ്മ എന്നെ
പറ്റിച്ചു എന്ന് പറയുമ്പോൾ അമ്മ പറ്റിച്ചപ്പോൾ ഞാൻ അങ്ങേ മറന്നിട്ടില്ല, അങ്ങ് ഇപ്പോഴും എനിക്ക് അങ്ങേ ദൃശ്യം, നമുക്ക് ഒന്നിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ നൃത്തം കഴിഞ്ഞ് വരികയാണ് ഈ അല്ലി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നാട് വിടാൻ തീരുമാനിച്ചു പോവുകയാണ്. പോയി കുറേ ഈ നൃത്തം കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ പെട്ടെന്ന് ഇവർക്ക് ഭയങ്കര ദേഹ അസ്വസ്ഥം വരിക. ഇവർ പറയും എനിക്കൊന്ന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഈ ശാന്തിക്കാരൻ പറയുന്നു എൻ്റെ മടിയിൽ നീ കിടന്നുറങ്ങിക്കൊള്ളൂ എന്ന് പറയും. അങ്ങനെ ഈ ഉറങ്ങി ഇവർ മടിയിൽ കിടന്നുറങ്ങുമ്പം ഇയാളുടെ കുബുദ്ധി ഉണരും. തൻ്റെ എല്ലാം ആ സ്ത്രീ കൈക്കലാക്കി, ഇവരുടെ അമ്മ കൈക്കലാക്കി. ഇപ്പോൾ ഇവിടെ ശരീരത്തിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളെ കിടക്കുന്നു, നമ്മൾ കൊടുത്തതിന് പകരം ഇതെടുക്കാം എന്നും പറഞ്ഞിട്ട് ഇയാൾ ഒരു മണ്ണ് കൂട്ടി വെച്ചിട്ട് അവിടെ ഈ തല പിടിച്ച് ഇവരെ തല പിടിച്ച് കിടത്തിയതിന് ശേഷം അടുത്ത് കിടന്നൊരു പാറക്കല്ലെടുത്ത് ഈ അല്ലിയുടെ തലയിലടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഇവർ ഈ ആ ഒരു അടിയിലാക്കാത്ത ഇവർ ബോധം വരും. ഇവർ നോക്കുമ്പോൾ ഈ പൂജാരി തന്നെ കൊല്ലുന്നതായിട്ടാണ്. പെട്ടെന്ന് ഇവർ പറയുന്നുണ്ട് നീ എന്നെ കൊന്നു, പക്ഷേ ഇതിന് ഞാൻ നിൻ്റെ അടുത്ത് പ്രതികാരം ചോദിക്കും എന്ന് പറഞ്ഞ് ഇവർ സാക്ഷിക്ക്, അന്ന് ഇവർ സാക്ഷി നോക്കുമ്പോൾ ചുറ്റും കൽമുൾ കാടാണ്, കള്ളിച്ചെടി നോക്കിയിട്ട് ഇവർ പറയുന്നുണ്ട് കള്ളിച്ചെടി നീ സാക്ഷി എന്ന് പറഞ്ഞാണ് ഇവർ മരിക്കുന്നത്. ഇത് കണ്ട് ഈ മരിച്ച ഇങ്ങേര് ഈ പറയുന്ന ഈ വ്യക്തി, ഈ പൂജാരി, ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ഇയാൾ പെട്ടെന്ന് ദാഹം വരികയും അവിടെ കിണറ്റിൻ്റെ കരയിൽ വെച്ചിട്ട് ഇയാൾ പാളയും കയറും കിണറ്റിലോട്ട് ഇറക്കുന്നത് സർപ്പം വന്ന് കൊത്തി ഈ പൂജാരി അവിടെ മരിച്ചു വീഴും. തൻ്റെ സഹോദരിയെ കാണാൻ തിരുകണ്ഠൻ എന്ന് പറയുന്ന, ഇപ്പോൾ തിരുകണ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രീകണ്ഠൻ എന്ന് പറയും മലയാളത്തിൽ, തിരുകണ്ഠൻ എന്ന് പറയുന്ന ആ വ്യക്തി തൻ്റെ സഹോദരി അന്വേഷിച്ച് കഴിഞ്ഞ് തൻ്റെ സഹോദരി മരിച്ചു കിടക്കണമെന്നുണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് അവിടുത്തെ ഐതിഹ്യപരമായിട്ട് ആ കഥ. പിന്നീട് പറയുന്ന രണ്ടാം ഭാഗമാണ് ഇവരുടെ 3 പേരെ ഉയിരും കൈലാസത്തിൽ പരമശിവൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ശിവൻ പറഞ്ഞു ഇത് ദുർമരണപ്പെട്ട് വരുന്നതാണ്, എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചും പറയും എനിക്ക് ഇയാൾ എന്നെ കൊന്നു, ഈ പൂജാരി, ഇവൻ എനിക്ക് ഒരു ജന്മം കൂടെ എടുത്ത് കൊല്ലണം എന്ന് പറയുന്നു. അപ്പോൾ ശിവൻ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ജന്മത്തിൽ ഇവർ രണ്ടും ചോളരാജാവിൻ്റെ മക്കളായിട്ട് പിറക്കുന്നു. നീലനും നീലിയും എന്ന പേരിൽ പിറക്കുന്നു. നീലനും നീലിയുമായിട്ട് പിറക്കുമ്പോൾ ഈ ചോളരാജാവിൻ്റെ നാട്ടിൽ നല്ല ആടുമാടുകളൊക്കെ വളർത്തും. അപ്പോൾ ഇവർ ആക്ച്വലി യക്ഷസങ്കല്പമായതുകൊണ്ട് ഇവർക്ക് ചോര കുടിക്കണം. ഇവർ തൊട്ടിൽ കിടന്ന് ഇറങ്ങുന്നവർ രാത്രിയാകുമ്പോൾ ചെന്ന് ചോളരാജ്യത്തിലെ ആടിനെയും കൊന്ന് ചോര കുടിക്കുകയും അങ്ങനെ അവിടുത്തെ ആടുമാടുകളെല്ലാം നശിച്ച് കഴിയുമ്പോൾ എല്ലാവരും രാജാവിൻ്റെ ഒരു സങ്കടം പറയുമ്പോൾ രാജാവ് പറയും ജ്യോതിഷം നോക്കാൻ പറയുമ്പോൾ കൊട്ടാരത്തിൽ തന്നെയുള്ള 2 കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ രാജാവ് കാവൽ ഏർപ്പെടുമ്പോൾ രാത്രി തൊട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ 2 കുഞ്ഞുങ്ങൾ എണീറ്റ് പോയി ഇവരെ ചോര കുടിക്കുന്നവർ കാണുകയും ഇവരെ കാട്ടിക്കൊണ്ട് തള്ളാനും പറയുന്നുണ്ട്. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെയും ചോളരാജാവിൻ്റെ കൽപ്പനയാൽ കാട്ടിക്കൊണ്ട് തള്ളുകയും ഈ നിൽക്കുമ്പോൾ ഈ സഹോദരനായ നീലൻ അവിടെ ഒരു വേപ്പുമരത്തിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കരയാളറുകൾ, അടുത്തൊരു പഴകനല്ലൂർ ഗ്രാമത്തിലെ ആളുകൾ ഇലങ്കം കെട്ടാൻ, ക്ഷേത്രം കെട്ടാനായിട്ട് ഈ വേപ്പുമരം മുറിക്കുകയും അപ്പോൾ ഈ നീലൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നീലിക്ക് അവതാര ദേശത്ത് ഒന്നുകൂടെയായി തനിക്ക് മുൻജന്മം തന്നെ കൊന്ന ഈ പൂജാരിയെ കൊല്ലണം, അതുകൂടാതെ തൻ്റെ സഹോദരനെ കൊന്ന ആ പഴകനല്ലൂരുള്ള ആൾക്കാരെയും എനിക്ക് കൊല്ലണം എന്ന് നീ ശപഥം എടുക്കുകയാണ്. അതേസമയം ഈ കഴിഞ്ഞ ജന്മത്തിൽ പൂജാരിയായിരുന്ന ഈ പറയുന്ന അദ്ദേഹം നാഗപ്പൻ ചെട്ടിയാരുടെ മകനായ ആനന്ദനായിട്ട് പുനർജനിക്കുകയാണ്. അപ്പം ചെട്ടിമാരുടെ കുലത്തുള്ളന്ന് വാണിഭമാണല്ലോ. അപ്പം ഈ നാഗപ്പൻ ചെട്ടിയാർ മകൻ്റെ അടുത്ത് പറയും നീ എല്ലായിടവും പൊയ്ക്കോളൂ, പക്ഷേ നീ പഴകനെല്ലൂർ വഴി ഒരിക്കലും നിൻ്റെ ജാതകപ്രകാരം നിനക്ക് മരണം സംഭവിക്കും, പഴകനെല്ലൂർ വഴി നീ പോകരുത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, ഒരു രക്ഷയും എഴുതി കെട്ടിക്കൊടുക്കും. അപ്പോൾ അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ കച്ചവടമായിട്ട് കുലത്തുള്ള ഒരു കച്ചവടമായിട്ട് ആനന്ദൻ ഇങ്ങനെ വരികയാണ്. ആനന്ദൻ ഇങ്ങനെ വരികുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവിടെ വെച്ച് നീലിയെ കാണുകയാണ്. പഴകനെല്ലൂരിലോട്ട് നീലിയെ കാണും. നീലിയെ കണ്ടിട്ട് വഴിതെറ്റിപ്പോകും ഇദ്ദേഹത്തിന്. എന്നിട്ട് ചോദിക്കും, നീലി ഉടനെ ചോദിക്കും ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ ഈ ആനന്ദന് മനസ്സിലാവും നമ്മൾ പെട്ടു എന്നിങ്ങനെ പറഞ്ഞു. ആനന്ദ് തിരിഞ്ഞടഞ്ഞു എന്താണ് പോണേന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് ഞാൻ തിരിച്ചു പോകണമെന്ന്. പോകണ്ട, വരിക, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പല്ലാക്ക് കളിക്കാനായിട്ട് ഇതുണ്ട്, ആഹാരം വിളമ്പിത്തരാൻ അമ്മയുണ്ട്, കിടന്നുറങ്ങാൻ വെഞ്ചാമരുണ്ട്, ഇത് കട്ടിലുണ്ട്, വീശിത്തരാൻ തോഴിമാരുണ്ട്, വരാൻ പറയും. കാരണം ഇദ്ദേഹത്തിന് മനസ്സിലാവും. ഈ ആനന്ദൻ ചെട്ടിയാർ ഓടുന്നത് ഇവർ പിറകെ ഓടും. ഈ ഓടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ രക്ഷ അഴിച്ച് വീഴുന്നതാണ്.